ദീനിന് ജീവൻ നൽകുന്നത് അദ്ദീനുമായുദാനുബിഹി എന്നാണല്ലോ. ശരിയാത്ത് അനുസരിച്ച് ജീവിക്കലാണ് ദീൻ എന്ന് പറയുന്നത്. ആ ദീനിനെ നമ്മിലേക്ക് കൊണ്ടുവന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെക്കുറിച്ച് ആത്മീയാനുരാഗത്തിൽ ചാലിച്ച ചില വിരുദ്ധങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ ശൃംഗാരകോവേ സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ ശൃംഗാരകോവേ മുഹീദ്ദീൻ സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ ശൃംഗാരകോവേ മുഹീദ്ദീൻ സീയന്റെ സീഴിന് വെറത്തനെ കൊള്ളാ സീയന്റെ സീഴിന് വെറത്തനെ കൊള്ളാ സീരിൽ ഹുദാവേ മുഹീദ്ദീൻ സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ ശൃംഗാരകോവേ മുഹീദ്ദീൻ സിന്ധുജ സിംഹാസനം. സിന്ധുജ എന്ന് പറഞ്ഞാൽ സമുദ്രമാണല്ലോ, അറിവാകുന്ന മഹാസമുദ്രം. ആ സിന്ധുജ സിംഹാസനത്തിലിരിക്കുന്ന ഹബീബായ തങ്ങൾ ശൃംഗാരകോവേ. ശൃംഗാരം എന്ന് പറഞ്ഞാൽ മൂല്യമായ വിലയേറിയ കോവൽ മുത്ത്. ആ മുത്താണ് ഹബീബായ തങ്ങളെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മാത്രമല്ല ആ ഹബീബായ തങ്ങളെ സമീപനവും പൊരുത്തവും ഗുരുത്വവും ഒക്കെ ഏറ്റുവാങ്ങിക്കോ എന്ന ഒരു ഉപദേശവും കൂടെ ചേർത്ത് വെക്കുകയാണ് ഇച്ഛ ഇവിടെ ചെയ്യുന്നത്. മാലിക്കി മുലുക്കണ്ട മീ മെണ്ടവിലേക്ക് മാലിക്കി മുലുക്കണ്ട മീമിൽ മുളൈത മുഹീദ്ദീൻ ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കൊമ്പത്ത് ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കൊമ്പത്ത് അല്ലാഹിയാടും മുഹീദ്ദീൻ സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ ശൃംഗാരകോവേ മുഹീദ്ദീൻ ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കൊമ്പത്ത്. ഇച്ഛമസ്താന്റെ രചനാ വൈഭവത്തെ തെളിയിക്കുന്ന ഒരു വരി കൂടെയാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അതിൽ നിന്നും ഹബീബായ തങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഭാഗം ഇച്ഛ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ബിസ്മിയിലെ സീന് സിറിലേക്കും മീമ് മുഹമ്മദിലേക്കും സൂചിപ്പിക്കുമ്പോൾ അർ റഹീം എന്ന അള്ളാഹുവിന്റെ സിഫത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഹബീബായ തങ്ങൾ, ആ സിഫത്ത് ഹബീബായ തങ്ങൾക്ക് ചാർത്തി കൊടുക്കുന്ന ആ രംഗം കൂടെ ഇച്ഛ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇച്ഛ ഇത്തരത്തിൽ വളരെ മനോഹരമായി അവതരിപ്പിക്കുമ്പോൾ ഈ ഇച്ഛയെ പ്രാപ്തനാക്കുന്നത് ഇത്തരത്തിൽ ആത്മീയാനുരാഗത്തിൽ ചാലിച്ച വരികളാണെന്ന് നമുക്ക് തീർച്ചയാണ്. ഇത്തരത്തിൽ ആത്മീയാനുരാഗത്തിൽ ചാലിച്ച ഇച്ഛയുടെ മറ്റൊരു വിരുദ്ധം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില സിറിൻ സിറ് സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില സിറിന് സിറ് പെരുമാൻ സുബ്ഹാനവന്റെ മറവീക്കി പടച്ച തടി സർദാരിമാം റഹ്മാൻ സർദാരിമാം റഹ്മാൻ. അള്ളാഹു ആകുന്ന രഹസ്യങ്ങളിൽ നിന്നുള്ള ഒരു രഹസ്യമാണ് ഹബീബായ തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇച്ഛ ഈ വിരുദ്ധം ആരംഭിക്കുന്നത്. മാത്രമല്ല സൃഷ്ടിയും ഒരു അദ്വൈയും തമ്മിൽ 70,000 വരുന്ന ഖുർആനിയത്ത് കൊണ്ടുള്ള മറകളും ആ മറകളെല്ലാം കടന്ന് ഹബീബായ തങ്ങൾ അതായത് ഒരു അമ്പും വില്ലും എത്രത്തോളം അടുത്ത് നിൽക്കുന്നുവോ അത്രത്തോളം ഇലാഹായ അള്ളാഹുവിന്റെ സാമീപ്യം ഏറ്റുവാങ്ങിയ ഹബീബായ തങ്ങളെ ഇച്ഛ പരിചയപ്പെടുത്തുകയാണ്. അൽബണ്ടവൻ പലതിൽ അതിവാദിഷാക്കിദാനം വാരിക്കൊടുക്കും ദർബാർ
ആ കൽബാണ് ഒരു മനുഷ്യന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഈ കൽബാകുന്ന സാമ്രാജ്യത്തിലേക്ക് ധനം നൽകുന്നത്. ആ കൽബ് നന്നായാൽ എല്ലാം നന്നായി, അത് മോശമായാലോ വിപരീത ഫലവും ചെയ്യും. ആ കൽബിലേക്ക്, ആ സാമ്രാജ്യത്തിലേക്ക് ധനം നൽകുന്നത്, ധനം എന്ന് പറയുന്നത് അറിവ്, നിറിവ്, ആത്മീയത. ഈ ധനം നൽകുന്ന ഹബീബായ തങ്ങളുടെ ദർബാറിനെ കുറിച്ച് ഇച്ച പരിചയപ്പെടുത്തുകയാണ്. കൽബണ്ടവൻ ബലദിൽ അതിബാദിശാക്ക് ധനം വാരി കൊടുക്കും ദർബാർ പറന്ന തടി ബഹറുൽ മുഹീതതിലും വാനം പറന്ന തടി ബഹറുൽ മുഹീതതിലും ബഹദൂർ രാജ ഉലമാ ബഹദൂർ രാജ ഉലമാ. ഹബീബായ തങ്ങൾ ഏഴാകാശവും കടന്ന്, നൂറാനിയത്തിന്റെ മറകളും കടന്ന്, ഈ ഭൂമിയും ആകാശവും എല്ലാം കടന്ന് ഹബീബായ തങ്ങൾ ബഹദൂർ രാജാ ഉലമാ, അറിവാളന്മാർക്ക് എല്ലാവർക്കും രാജാവാണ്, ചക്രവർത്തിയാണ് എന്നുകൂടെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. നോക്കണം നിങ്ങൾ, എത്രമേൽ മനോഹരമാണ് ഈ വരികൾ. ഈ വരികളൊക്കെയും വാദ്യോപകരണങ്ങളുടെ അകമ്പടി സേവിക്കാതെ കച്ചവടവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂഫിയാന കലാമിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടി ഇതിന്റെ തനതായ ശൈലിയിൽ അവതരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.